ജസീന മിസ് ആണ് കേട്ടോ. എടാ മക്കളെ, എല്ലാവരും ആ ഒരു വെക്കേഷൻ മോഡൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 10ാം ക്ലാസ് ആണ് എന്നുള്ള ആ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം 10ാം ക്ലാസ് ആണ് എന്ന് ടീച്ചേഴ്സും അതുപോലെ നമ്മുടെ പാരൻസും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മക്കൾക്കൊരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയാണ്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നല്ല മാർക്കിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മിസ് ആദ്യം തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റണം, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം, നല്ല മാർക്ക് മേടിക്കണം എന്ന് എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് നല്ല ആ ഒരു ക്ലാസ് ടോപ്പർ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് മാറാൻ സാധിക്കുക എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഈ ഒരു മിസ് ഇനി പറയാൻ പോകുന്ന ഈ ഹാബിറ്റ്സ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ടോപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. നമ്മളിപ്പം ഇന്ന് വിചാരിച്ചു നാളത്തേക്ക് നമ്മൾ ഒരിക്കലും ടോപ്പർ ആവാൻ പോകുന്നില്ല. അതെന്താണ്, നമ്മൾ പയ്യെ നമ്മളെടുക്കുന്ന എഫേർട്ടും നമ്മുടെ ഓരോ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ആ ടോപ്പർ എന്ന പൊസിഷനിലേക്ക് എത്താം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ പറയാണ്, നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തണം അല്ലേ. നിങ്ങൾക്ക് സക്സസ് ആവണം. ആ സക്സസ് ആവാൻ ഈ ഒരു 7 ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ, ഉറപ്പായിട്ടും നിങ്ങൾ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതെ പിടിച്ചോ. ഒന്നാമത്തെ നിങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒന്നാമത്തെ ഹാബിറ്റ് ശീലം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായിട്ടുള്ള ഒരു പഠനശീലം ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് തോന്നുമ്പോൾ പഠിക്കുക. അതായത് ചിലപ്പോൾ ഒരു മൂഡ് വരും, എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, ആ ടൈമിൽ മാത്രം പഠിക്കുക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച രീതിയിലേക്കൊന്നും നമുക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കുക. ആ സ്ഥിരമായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ദിവസവും എന്ത് ചെയ്യുക, ഒരു നിശ്ചിത സമയത്ത്, അതായത് ഒരേ ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് അതായത് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റിലും നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നിശ്ചിത അതിന് നിങ്ങളൊരു ഫിക്സഡ് ടൈം എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് നല്ല മാർക്ക് വേണം, എനിക്ക് ടോപ്പർ ആവണം എന്ന ആഗ്രഹമുള്ള കുട്ടി ആ ആഗ്രഹം വെച്ചിരുന്നാൽ ഒരിക്കലും ആവില്ല, അതിന് പണിയെടുക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. സ്ഥിരമായിട്ട് ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു ഫിക്സഡ് ടൈമിൽ നിങ്ങൾ ഇരുന്നിട്ട് പഠിക്കാം. ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ ഹാബിറ്റ് ശീലം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ രണ്ടാമതായിട്ട് ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. നിങ്ങൾ സ്കൂളിലുള്ള ടൈം ടേബിൾ അല്ല ഉദ്ദേശിച്ചത്. പഠനം, അതുപോലെ വിശ്രമം, റെസ്റ്റ് എടുക്കുക, അതുപോലെ ഉറക്കം. ഈ 3 കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കണം. ഫുൾ ടൈം എന്ത് ചെയ്യണം, നിങ്ങൾ ഉറക്കമൊന്നും ഇല്ലാതെ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. പഠിക്കുക, ദെൻ ആ പഠനത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ പഠിക്കുന്നു, അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് TV കാണാം, അതുപോലെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ അതിനോടൊക്കെ നമ്മൾ 10ാം ക്ലാസ് ആണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫ്രീ ടൈം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് ടൈം. ഉറക്കം എന്ത് ചെയ്യുക, നിങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുക, അതൊന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫോളോ ചെയ്താൽ എല്ലാ കാര്യവും അതിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കോളും. അപ്പോൾ പഠിത്തവും അതുപോലെ റെസ്റ്റ് ടൈമും ആ ഉറക്കവും ഒക്കെ എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കുക. ഒന്നിനും എന്ത് ചെയ്യേണ്ട, ഒരു വിട്ടുവീഴ്ചയും കൊടുക്കേണ്ട. 3ഉം ഒരേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോവുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് എന്താണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. എന്താ ഇപ്പോൾ പറയണത് അല്ലേ. അതായത് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ക്ലാസ്സിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് ഭയങ്കര പണിയായിരിക്കും. നിങ്ങൾ ക്ലാസ്സിൽ മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ദെൻ ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എന്ത് വരുള്ളൂ, ഡൗട്ട് വരുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറയാറുണ്ട്, ഓൻ പഠിപ്പിച്ചാണോ, ഓൻ ഡൗട്ടൊക്കെ ചോദിക്കുമെന്നല്ലേ. എന്തുകൊണ്ടാണ് അവന് ഡൗട്ട് ഉണ്ടാവുന്നത്? അവൻ ക്ലാസ് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ക്ലാസ് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് എന്താണ്, എക്സാമിന് മാർക്കും ഉണ്ടാവില്ല, ഡൗട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം ഡൗട്ട് ചില ആളുകൾക്ക് ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ക്ലാസ്സിൽ. അവരുടെ മുന്നിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എഴുന്നേറ്റ് ഡൗട്ട് ചോദിക്കുക എന്ന ധാരണയിൽ പലരും എന്ത് ചെയ്യും, മനസ്സിലായെന്നുള്ള രൂപത്തിലിരിക്കും, പക്ഷെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ഒരു ശീലം എൻ്റെ മക്കൾ
അപ്പം തന്നെ മാറ്റുക. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ആ ടീച്ചർ എടുക്കുന്ന പോർഷനിൽ എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് ഡൗട്ട് വന്നാൽ അപ്പം തന്നെ എഴുന്നേറ്റ് ചോദിക്കുക. അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ചീത്ത പറയാനൊന്നും പോകുന്നില്ല. അതൊക്കെ പണ്ടായിരുന്നു. പണ്ട് കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ വളരെ അടിപൊളിയാണ്. അപ്പോൾ സ്റ്റാഫ് റൂമിലൊക്കെ പോയിട്ട് മിസ് അല്ലെങ്കിൽ സാർ എനിക്ക് ഈ ഒരു ഭാഗം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പറഞ്ഞു. കാരണം അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ ഞാൻ പറയുന്ന ക്ലാസ് ശ്രദ്ധിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ എന്ത് ചെയ്യുക, ആ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്. ദെൻ അടുത്ത കാര്യം എന്താണ്, 4ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നോട്ട്സ് തയ്യാറാക്കാം. അതായത് നിങ്ങൾക്ക് 10 സബ്ജക്റ്റ് ഉണ്ടല്ലേ പഠിക്കാൻ. അപ്പോൾ ഈ ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും, ചിലത് നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സും അതായത് ഓരോ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഒരു നോട്ടൊക്കെ തയ്യാറാക്കാം. ഒരു റഫ് നോട്ടൊക്കെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഓരോ ഭാഗം, അതായത് ഓരോ ദിവസം എടുക്കുന്ന ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുക അല്ലേ. അതായത് നമുക്കിപ്പം മറ്റുള്ളവർ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല അല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സബ്ജക്റ്റ് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 4ാമതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമൊക്കെ ഒരു നോട്ടൊക്കെ തയ്യാറാക്കുക. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാനോ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുക. ഓക്കെ, 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ ഓക്കെ പഠിച്ചു, ദെൻ പിറ്റേ ദിവസം നമുക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവും. ദെൻ ഒരു 3rd ഡേ ഒക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തേക്ക് നമ്മൾ തീരെ തിരിഞ്ഞു നോക്കാതെ എക്സാമിൻ്റെ തലേ ദിവസം പോയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഏത് സബ്ജക്റ്റ് പഠിച്ചാലും അതൊന്ന് റിവൈസ് ചെയ്യുക, അതൊന്ന് റിവിഷൻ ചെയ്യുക. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ അടിപൊളിയായിട്ട് പഠിക്കാനും ആ കാര്യം ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് ഏത് സബ്ജക്റ്റ് ആയാലും ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് ഫിക്സ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പഠിച്ച് പിന്നെ ആ വഴിക്ക് പോകാതിരിക്കരുത്. എന്ത് ചെയ്യുക, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഹാബിറ്റാണ്. ഓക്കെ, ദെൻ 6ാമത് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതായത് നമുക്കറിയാം 10ാം ക്ലാസ്സിൽ, അതായത് നമുക്ക് കഴിഞ്ഞ വർഷം സിലബസ് മാറിയിട്ടുണ്ട്, എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, നിങ്ങൾക്ക് ഈ വർഷം എന്താണ്, കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പോലെയല്ല അല്ലേ. അവർക്ക് എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പം ഇത്തവണ നിങ്ങൾക്ക് എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് SCRT ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെ ഒരു സെറ്റ് പേപ്പർ അവിടെ കിടക്കുന്നുണ്ടല്ലോ. യെസ്, അതൊന്ന് നോക്കുക. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഓരോ ചാപ്റ്ററിനും എങ്ങനെയാണ് ചോദ്യം വരിക, ഏത് രീതിയിലാണ് ഞാൻ പഠിക്കേണ്ടത് എന്നറിയാൻ ചിലപ്പോൾ നിങ്ങൾ തീരെ വിചാരിക്കാത്ത, ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം നിങ്ങൾ പഠിച്ച അതായത് ആൻസർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പക്ഷെ അത് പല രീതിയിലും ചോദിക്കാം അല്ലേ. അത് നമുക്കൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഈ PYQs കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പേപ്പേഴ്സ്, അതായത് കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറിയാനും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഫക്റ്റീവായിട്ട് എക്സാം എഴുതാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇതാണ് 6ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. യെസ്, ദെൻ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഓർമ്മ ഉണ്ടാവണം. എന്താടാ, ആരോഗ്യവും അതുപോലെ ഉറക്കം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഉറക്കമൊന്നും ഇല്ലാത്ത, ഫുഡൊന്നും കഴിക്കാത്ത, ഫുൾ ടൈം നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്, വേറെ ഒന്നുമില്ല, പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ടോപ്പർ. നിങ്ങൾ ടോപ്പർ ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വല്ല അസുഖവും വരും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 7-8 മണിക്കൂർ ഉറപ്പായിട്ടും നിങ്ങൾ ഉറങ്ങിയിരിക്കണം.
ഓക്കെ, അതിപ്പോഴേ ആ ശീലം നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ രീതിയിലൊക്കെ പഠിച്ച് ഉറക്കമൊക്കെ ഈ രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ടൈമൊന്നും എന്ത് ചെയ്യേണ്ട, ഉറക്കമൊഴിച്ച് ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 7-8 മണിക്കൂർ എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിട്ടെങ്കിൽ നമുക്ക് പണി കിട്ടും, പെട്ടെന്ന് ഉറക്കം വരും, വയറിന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത വരും, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, അതൊക്കെ വരും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, വീട്ടിൽ ഉമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല ഫുഡ് ഉണ്ടാവില്ലേടാ, അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരുന്നോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടോപ്പർ ആവാൻ പറ്റും. ഓക്കെ, അപ്പം പഠിച്ചുകൊണ്ട് മാത്രം എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പർ ആവുന്നില്ല, നിങ്ങൾക്ക് ആരോഗ്യം കൂടി വേണ്ടേ? കാരണം നിങ്ങൾ ടോപ്പർ ആയത് നിങ്ങൾക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം, എൻജോയ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഉറക്കവും അതുപോലെ ഈ ഹെൽത്തി ഫുഡൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ടോപ്പർ ആവുന്ന സമയത്ത് നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 7 ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, ഉറപ്പായിട്ട് എത്താൻ പറ്റും. ഇത് പെട്ടെന്ന് നടക്കുന്നല്ല, നിങ്ങളിത് ചെയ്ത് പിന്നെ നിങ്ങൾ എന്താവും, അത് ശീലമാവും. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്ത് നാളെ നിങ്ങൾക്കൊരു മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മടിയൊക്കെ ഇങ്ങോട്ട് പിടിച്ചമർത്തിയോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളിതൊന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് ടൈം ഇരുന്ന് പഠിച്ചത് കൊണ്ട് നമ്മൾ ഒരിക്കലും ടോപ്പർ ആവില്ല അല്ലേ? അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സ്മാർട്ടായി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ടോപ്പർ ആവാൻ പറ്റും. അതിനൊരു സൊല്യൂഷൻ കൂടി മിസ് പറയട്ടെ. യെസ്, അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന 3 ബാച്ചുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് RMS ബാച്ച്, അതായത് മെയിൻ ബാച്ചാണ്. ഈ ഒരു മെയിൻ ബാച്ച് നിങ്ങൾക്ക് എന്താണ് 3540, അതായത് ഒരു ബേസ് ബാച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. അത് 3540 രൂപയ്ക്കാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ചാപ്റ്റർ വൈസ് റെക്കോർഡ് ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ദാ പിടിച്ചോ, നമ്മുടെ RMS മെയിൻ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് 4999 രൂപയാണ്. നേരത്തെ പറഞ്ഞ ബേസ് ബാച്ചിൽ നിന്നും കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, കുറച്ചുകൂടി അധികം ഫീച്ചേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 ബാച്ച് നിങ്ങൾക്ക് പോരാ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കാൻ കുറച്ചുകൂടി കാര്യങ്ങൾ വേണം അല്ലേ? യെസ്, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ദാ പിടിച്ചു, നമ്മുടെ RMS പ്രീമിയം ബാച്ച്. ഇതിന് 9999 രൂപയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത്ര പ്രൈസോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു വർഷത്തേക്കാണ്, ഒരു സബ്ജക്റ്റ് അല്ല, 10 സബ്ജക്റ്റ് വളരെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നല്ല പൊസിഷനിലേക്ക്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് പഠിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാസ് ടോപ്പർ ആവാം. ഓക്കെ, അപ്പം ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അതുപോലെ നിങ്ങൾ ഇത് ചെയ്യും, നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളും ടിപ്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. യെസ്, അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.